റാം നാരായൺ റാം. ജീവിതകാലം മുഴുവൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതാകില്ല, കഴിയില്ല, അസാധ്യമാണ് എന്നതിൻ്റെ ചുറ്റുമുള്ള ചിന്തകളിലാണ് ഞങ്ങൾ പെട്ടിരിക്കുന്നത്. പക്ഷേ സത്യമേ അങ്ങനെയാണോ? ചൈനീസ് ഭാഷ പഠിക്കാൻ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കാം, പക്ഷേ ഒരു കുഞ്ഞിന് അത് ബുദ്ധിമുട്ടാകില്ല. ഒരു ബംഗാളി കുഞ്ഞിനെ ചൈനീസ് കുട്ടികളുമായി ചേർത്ത് വെച്ചാൽ അവൻ വളരെ പെട്ടെന്ന് ചൈനീസ് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ ബംഗാളി പഠിക്കാനാകില്ല. എന്നാൽ അവൻ സ്വയം ബംഗാളി പഠിച്ചാൽ ഞാൻ പറഞ്ഞേനെ, ഈ ബംഗാളി കുട്ടി മഹാനാണ്, ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ അവസ്ഥയും. ഇവിടെ ഭാഷ ഒരേപോലെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഭാഷയിൽ മാത്രം പ്രാവീണ്യം നേടുകയും മറ്റ് ഭാഷകൾ പഠിക്കാനാകില്ലെന്ന് കരുതുകയും ചെയ്തു. അച്ഛൻ അങ്ങനെ പറയും, അമ്മ അങ്ങനെ പറയും, അപ്പൂപ്പൻ അങ്ങനെ പറയും. ഒടുവിൽ നമ്മളും അതേ മതിഭ്രമം വിശ്വസിക്കും. എന്നാൽ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടോ അസാധ്യമാണ് എന്ന ആശയം? അവർക്ക് അതറിയില്ല. അവർക്കറിയാം ഇവിടേക്ക് വന്നത് മുന്നോട്ടു പോകാനാണ്. അതിനാൽ നടക്കും, വൈകിയാലും നടക്കും. അവർ നടക്കില്ല എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ ഇത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവർ അത്ഭുതപ്പെടും. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിക്കും. അവർക്കു നമ്മുടെ നിലയിലേക്കെത്താൻ അധ്വാനം വേണം, പക്ഷേ അവർക്കെല്ലാം അത് സ്വാഭാവികമായി ലഭിക്കുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഷമം തോന്നും. നിനക്ക് കണ്ണുണ്ടായിരുന്നെങ്കിൽ ഇത് കണ്ട് കരയാതെ ഇരിക്കാനാകില്ല. എത്ര മനോഹരമായ മനസ്സാണ് നമ്മളത് വ്യർത്ഥമാക്കുന്നത്. ഫാക്ടോറിയൽ വഴിയിൽ ഭിക്ഷ തേടാനും വ്യാപാരം ചെയ്യാനും നല്ല നല്ല മനുഷ്യരെ ചിതറിച്ചു കളയാനും ആരുടെയോ കൈ വളച്ചു പണിയാനും ആരുടെയോ കാൽ മുറിക്കാനുമൊക്കെ മാറ്റിയിരിക്കുന്നു. ചിലർ തങ്ങളുടെ കണ്ണ് തന്നെ ചീർത്ത് എനിക്ക് കാണുന്നില്ല എന്ന് പറയുന്നു. അതിലവർക്ക് തൃപ്തിയാണ്. ഇത് മനസ്സിൻ്റെ അവസ്ഥയാണല്ലോ. ഫാക്ടോറിയൽ അതുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, തപസ്സു ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അവർ ചിരിക്കുന്നു. ഇവൻ ഭ്രാന്തൻ എന്ന് പറയുന്നു. പക്ഷേ ഭ്രാന്തൻ ആകാൻ എന്തെങ്കിലും സംഭവിക്കുമോ? ഒരാൾ വിവാഹം കഴിച്ചു, പക്ഷേ കുട്ടികൾ ഇല്ല. പിന്നെ അവൻ ഗൃഹസ്ഥനാകില്ല എന്നു പറയും. പക്ഷേ ശരിക്കും പറയേണ്ടതെങ്കിൽ എല്ലാം എല്ലാവർക്കും സാധ്യമാണ്. ഒന്നും അസാധ്യമല്ല. പക്ഷേ നമ്മൾ അതിനെ മറന്നുപോയി. ഈ കഷ്ടപ്പാടിൽ ചുരുങ്ങിയിരിക്കുന്നു. അതറിയാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു.